നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 പ്രകൃതിയിൽ എന്തിനേയും നമുക്ക് ഉദാഹരണങ്ങളായി എടുക്കാം. നമ്മുടെ മനോഭാവം അനുസരിച്ചായിരിക്കും അവയെ നാം നോക്കിക്കാണുന്നത് എന്ന് മാത്രം. ഒരു കുപ്പിയിൽ പകുതി വെള്ളം കണ്ടാൽ ഓ ഇത്രയുള്ളൂ എന്ന് വിചാരിക്കാം. അല്ല, ഇത്രയും ഉണ്ടല്ലോ എന്നും ചിന്തിക്കാം. ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞു കിടക്കുന്നത് കണ്ടാൽ അയ്യോ മരം വീണല്ലോ എന്ന് വിചാരിക്കാം. അതല്ല, കൊമ്പല്ലേ ഒടിഞ്ഞുള്ളൂ, മരം ഇനിയും തളിർക്കുമല്ലോ എന്നും ചിന്തിക്കാം. ഏത് ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നത് നമുക്ക് ജീവിതത്തോടുള്ള വീക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. ധീരൻ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസി ഒടിഞ്ഞു വീണ മരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിറയെ തളിരണിഞ്ഞ ഭാവി വൃക്ഷത്തെയാണ്, അല്ലാതെ അതിൻ്റെ താൽക്കാലിക ശോചനീയ അവസ്ഥയെ അല്ല. പ്രാരാബ്ധമനുസരിച്ച് ദുഃഖ സാഹചര്യങ്ങൾ വന്നുചേരാം. എന്നാൽ ശ്രദ്ധയുള്ള ഭക്തനെ അത്തരം ദുഃഖങ്ങളൊന്നും ബാധിക്കുകയില്ല. ധ്യാനം കൊണ്ട് ഓജസ് വർദ്ധിക്കും, ബുദ്ധിവികാസമുണ്ടാകും, സൗന്ദര്യം വർദ്ധിക്കും, ആരോഗ്യം പുഷ്ടിപ്പെടും, ഓർമ്മശക്തിയും ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനോബലവും കിട്ടും. ധ്യാനിക്കുക, അതാണ് സ്വത്ത്. മാതാ അമൃതാനന്ദമയി ദേവി. ഇദം തേ യുക്തം വാ പരമശിവകാരുണ്യ ജലധേ ഗതൗ തിര്യഗ്രൂപം തവ പദശിരോദർശനധിയാ ഹരിബ്രഹ്മാണൗ തൗ ദിവി ഭുവി ചരന്തൗ ശ്രമയുതൗ കഥം ശംഭോ സ്വാമിൻ കഥയ മമ വേദ്യോസി പുരതഃ. ഇദം തേ യുക്തം വാ പരമശിവകാരുണ്യ ജലധേ ഗതൗ തിര്യഗ്രൂപം തവ പദശിരോദർശനധിയാ ഹരിബ്രഹ്മാണൗ തൗ ദിവി ഭുവി ചരന്തൗ ശ്രമയുതൗ കഥം ശംഭോ സ്വാമിൻ കഥയ മമ വേദ്യോസി പുരതഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 98-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. ഉപസംഹാര ഘട്ടത്തിൽ ശിവാനന്ദ ലഹരിയാകുന്ന കവിതാകന്യകയെ ഭഗവാന് പരമേശ്വരന് സമർപ്പിക്കുകയാണ്. ഈ കന്യകയെ ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവാലങ്കാരയുക്തം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിസംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം വളരെയധികം ശോഭിക്കുന്ന ഭൂഷാവിശേഷങ്ങളോടുകൂടിയ, ആഭൂഷണങ്ങളോടുകൂടിയ, അലങ്കാരങ്ങളോടുകൂടിയ, അപ്പോൾ വളരെ ശ്രേഷ്ഠതമങ്ങളായ വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ ധരിച്ച് എൻ്റെ ഈ മകള് വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ്. അങ്ങനെയുള്ള മകളെ സ്വീകരിക്കണമേ. അഥവാ കവിതാപക്ഷത്തിലാകട്ടെ അതിമനോഹരങ്ങളായ പദാവലികൾ, പ്രാസാദി വിഷയങ്ങൾ, കാവ്യഭംഗിക്കായിക്കൊണ്ടുള്ള മറ്റെല്ലാം തികഞ്ഞതാണിത്. അങ്ങനെയുള്ള ഇതിനെ സ്വീകരിക്കണമേ. ഉപഗത വിനയം, മറ്റെന്തെല്ലാം മഹിമകളുണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ ഒന്നും ശോഭിക്കില്ല. വിനയം സ്വാധ്യായത്തിൽ നിന്ന് വരുന്നതാണ്, വിനയം ശിക്ഷണത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സ്വാധ്യായ ശിക്ഷണങ്ങളെ പ്രാപിച്ചവളായ എൻ്റെ കന്യകയെ ഗ്രഹിച്ചാലും, അഥവാ തീർത്തും വിനയാന്വിതയായ സ്വാധ്യായത്തിനുതകുന്ന ഈ കവിതയെ ഗ്രഹിച്ചാലും ഉപഗത വിനയാം ദ്യോതമാനാർത്ഥരേഖാം പുരുഷാർത്ഥമാകുന്ന, മോക്ഷമാകുന്ന പരമലക്ഷ്യത്തിലേക്ക്, ആ പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തമായി ആലേഖനം ചെയ്യപ്പെട്ടതാണ്. അതാണ് ദ്യോതമാനാർത്ഥരേഖയാണ്. പരമപുരുഷാർത്ഥത്തെ ദ്യോതിപ്പിക്കും വിധം ആലേഖനം ചെയ്യപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട, അങ്ങനെ പറയാം. അങ്ങനെയുള്ളതായ ഈ കവിതയെ ഹേ പരമേശ്വര നീ സ്വീകരിച്ചാലും, അഥവാ എല്ലാവിധ സൗന്ദര്യ തികവും തികഞ്ഞ എൻ്റെ കന്യകയെ ഗ്രഹിച്ചാലും, അങ്ങനെ എല്ലാമുള്ള കല്യാണി സുന്ദരി, കല്യാണി മംഗള സ്വഭാവത്തോടൊത്തവൾ, കല്യാണിയും സമാശ്രയിക്കുന്നവർക്ക് കല്യാണത്തെ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ, ഇങ്ങനെ അനേക അർത്ഥം പറയാം. അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവത് രൂപിണിയാണ്, സാക്ഷാൽ ഭഗവതിയാണ്. അങ്ങനെയുള്ള മംഗളപ്രദയായ, കല്യാണപ്രദയായ, സുമനോഹര രൂപയുക്തയായ ഈ കല്യാണിയെ, കവിതാ കല്യാണിയെ അഥവാ കന്യകാ കല്യാണിയെ, ഹേ ദേവ, സർവത്തെയും ദ്യോതിപ്പിക്കുന്നവനെ, ഹേ ഗൗരീപ്രിയ, അല്ലയോ ഗൗരിക്ക് പാർവതിക്ക് പ്രിയനായിട്ടുള്ളവനെ, ഇങ്ങനെയെല്ലാമുള്ള മമ കവിതാ കന്യകാം, എൻ്റെ കവിതയാകുന്ന കന്യകയെ ത്വം ഗൃഹാണ, നീ ഗ്രഹിച്ചാലും. ഇവിടെ ഇത്രയും നേരം 97 ശ്ലോകങ്ങളിലൂടെ ഏതൊരു ശിവാനന്ദ ലഹരി എന്ന അത്യുത്തമമായ ലഹരിപ്രദമായ കൃതിയെ രചിച്ചുവോ, യാതൊന്നിൻ്റെ ലഹരി ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ നമ്മൾ ഈ സംസാരത്തിലെ അല്പങ്ങളായ ലഹരികൾക്ക് പിന്നാലെ പെട്ടുപോവുകയില്ലയോ? ആ ഒരു ഉത്തമ കൃതിയെ സുമനോഹരയായ ഒരു കന്യകയായി സങ്കല്പിച്ച് ആ കന്യകയെ കന്യാഗ്രഹണം ചെയ്യാൻ വേണ്ടി പരമശിവന് സമർപ്പിക്കുകയാണ്.
അപ്പോൾ നമ്മൾ കൃതികളിൽ സമർപ്പണം ചെയ്യാറുണ്ട്. ആർക്കാണ് സമർപ്പിക്കണതെന്ന്. ഇവിടെ പരമശിവനായിക്കൊണ്ടുള്ള സമർപ്പണമാണ്. അതിനെയാണ് ആലങ്കാരികമായി ഇപ്രകാരം പറഞ്ഞത്. നോക്കൂ, ഇദം തേ യുക്തം വാ പരമശിവകാരുണ്യജലധേ ഗതൗ തേര്യഗ്രൂപം തവ പദശിരോർദർശനധിയാ ഹരിബ്രഹ്മാണൗ തൗ ദിവി ഭുവി ചരന്തൗ ശ്രമയുതൗ കഥം ശംഭോ സ്വാമിൻ കഥയ മമ വേദ്യോസി പുരത്. ശ്രേഷ്ഠമായ ഈ ശിവാനന്ദലഹരിയെ ഉപസംഹരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ഞാൻ നിന്നെ വേണ്ടതുപോലെ അറിയുക എന്നൊരു ശങ്ക കൂടി ചെയ്ത് ഉപസംഹാരത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ വിശേഷ താല്പര്യം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയ കുളങ്ങര ദേവീക്ഷേത്രം. ഒരേ നാലമ്പലത്തിലെ 2 ശ്രീകോവിലുകളിൽ വനദുർഗയും ഭദ്രകാളിയും അനുഗ്രഹത്തിന്റെ അമൃതം ചുരത്തുകയാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ. കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങരയിലാണ് ഈ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് 3 കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ ഓരം ചേർന്നാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രം. തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം വരുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. റോഡ് മാർഗം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേശീയപാതയിൽ ഓച്ചിറയിലോ വലിയ കുളങ്ങര ദേവീക്ഷേത്ര സമീപത്തോ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പ്രപഞ്ചത്തിന്റെ ആദികാരണ സ്വരൂപിണിയാണ് ദേവി. ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിന് പല പല രൂപങ്ങളിൽ രംഗപ്രവേശം നടത്തുന്നത് പോലെയാണ് അരൂപിയായ ദേവി ദേവകാര്യാർത്ഥം അനേക രൂപങ്ങളിൽ നിർഗുണയെങ്കിലും സഗുണയായി തീരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങൾ പ്രസ്താവിക്കുന്നു. വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഒരേ സമയം ഭക്തജനഹിതാർത്ഥം പരിലസിക്കുന്നു. ദേവിയുടെ തന്നെ 2 രൂപങ്ങളിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ദർശനം സാധ്യമാകുന്നത് പവിത്രമായി കണക്കാക്കുന്നു.
വിശാലമായ ക്ഷേത്രപ്പറമ്പും കൂറ്റൻ ഗോപുരവുമാണ് വലിയ കുളങ്ങരയിലെത്തുന്ന ഭക്തരെ ആദ്യം വരവേൽക്കുന്നത്. ശില്പാലങ്കാര ഭൂഷിതമായ ഗോപുരം കടന്ന് മനസ്സിൽ ദേവീമന്ത്രവുമായി എത്തുന്ന ഭക്തൻ നീണ്ട നടപ്പന്തൽ പിന്നിട്ട് സർവാനുഗ്രഹദായികളായ ദേവീസവിധത്തിൽ എത്തിച്ചേരുന്നു. കായംകുളം രാജാവിന്റെ തേവാരമൂർത്തിയായിരുന്നു വലിയ കുളങ്ങരയിലെ ദുർഗാദേവിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു. തന്റെ ഇഷ്ടമൂർത്തികളായ ദേവികളുടെ ഉപാസന നടത്താൻ കായംകുളം രാജാവ് ക്ഷേത്രത്തിനടുത്ത് തേവാരപ്പുരയും പണിതിരുന്നു. കാലാകാലങ്ങളിൽ കായംകുളം രാജാവ് ഇവിടെ എഴുന്നള്ളി തന്റെ ഉപാസന നടത്തിപ്പോന്നു. തേവാരത്തിൽ എന്നു പേരായ ഒരു നായർ തറവാട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നു. കായംകുളം രാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രകാര്യങ്ങൾ മുറയ്ക്ക് നടത്തുന്നതിനായി ചങ്ങൻകുളങ്ങര തെങ്ങിണ ഇല്ലത്ത് നാരായണൻ പോറ്റിയെ ഊരാൺമയായും തന്ത്രി മുഖ്യനായും രാജാവ് നിയമിച്ച് ഉത്തരവായി. ആ തിരുവഴുത്ത് വിളംബരം അനുസരിച്ച് നമ്പൂതിരിക്ക് കരമൊഴിവായി കണക്കറ്റ സ്വത്തുക്കൾ ലഭിച്ചതായും രേഖകൾ പറയുന്നു. കാലാന്തരത്തിൽ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ ആക്രമിച്ചു. പരാജയ ഭീതി പൂണ്ട കായംകുളം രാജാവ് തന്റെ തേവാരമൂർത്തികളായ ദേവിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടി. വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ 3 ദിവസം താമസിക്കുകയുമുണ്ടായി. പിന്നീട് ദേവീദാസനായ കായംകുളം രാജാവ് ക്ഷേത്രസന്നിധി വിട്ട് കായംകുളം കായൽക്കരയിലെത്തി. അവിടുത്തെ മുക്കുവപ്പടയുടെ സഹായത്തോടെ കായൽക്കര മുറിച്ച് കടലും കായലുമായി ബന്ധിപ്പിക്കുകയുമുണ്ടായി. ഇത് കായംകുളത്തെ കടൽവെള്ളത്തിൽ മുക്കി അമ്പലപ്പുഴ രാജാവിനോട് തന്റെ പ്രതികാരം തീർത്തതാണ് എന്നും പറയപ്പെടുന്നു. ഒരു വ്യാഴവട്ടക്കാലം വലിയ കുളങ്ങര ദേവീക്ഷേത്രം അനാഥമായി കിടന്നു. പിന്നീട് ഈ പ്രദേശത്തെ കരക്കാരുടെ ശ്രമഫലമായി ക്ഷേത്രം അതിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുക്കുകയായിരുന്നു. വലിയ കുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകളും അനുഭവ കഥകളും പ്രചാരത്തിലുണ്ട്. ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി പൂർവിക ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുടുംബത്തിലെ കാരണവർ കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്കായി യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിൽ അടിച്ചുതളിക്കാരിയായി കാളി എന്നു പേരായ ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നു. സമയം വൈകിയതിലുള്ള പരിഭ്രാന്തിയും ഗൃഹത്തിലെത്തേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് വഴിമധ്യേ വെളിച്ചം കാണാൻ ഒരു ചൂട്ടുകറ്റ കിട്ടാൻ കാരണവർ അടിച്ചുതളിക്കാരി കാളിയെ വിളിക്കാൻ തുടങ്ങി. ക്ഷേത്രമുറ്റത്തു നിന്നുമായിരുന്നത്രേ കാരണവർ കാളിയെ വിളിച്ചത്. ഏറെ നേരം വിളിച്ചിട്ടും അടിച്ചുതളിക്കാരിയെ കാണാത്തതിന്റെ മനോവ്യഥയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകറ്റയും തെളിച്ചുകൊണ്ട് കാളി കാരണവരുടെ മുന്നിലെത്തി. എത്ര നിർബന്ധിച്ചിട്ടും കാളി ചൂട്ടുകറ്റ കാരണവർക്ക് കൈമാറിയില്ല. കാരണവരോടൊപ്പം ഗൃഹം വരെ കാളി കൂടെ നടക്കുകയാണ് ചെയ്തത്. ചൂട്ടിന്റെ വെളിച്ചത്തിൽ സുരക്ഷിതനായി ഗൃഹത്തിലെത്തിയ കാരണവർ തന്റെ കൂടെ വന്ന കാളിക്ക് രാത്രി കിടന്നുറങ്ങാൻ മുറിയൊരുക്കുവാൻ വീട്ടുകാരോട് പറഞ്ഞു. മുറിയൊരുക്കി വീട്ടുകാർ വന്നു നോക്കിയപ്പോൾ മുറ്റത്ത് ചൂട്ടുകറ്റയുമായി നിന്ന കാളിയെ കാണാനുണ്ടായിരുന്നില്ല. പരിഭ്രമിച്ചു വശം കെട്ട വീട്ടുകാർ പിറ്റേന്ന് തന്നെ ഒരു ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു. പ്രശ്നവശാൽ കാരണവരെ രാത്രി ഗൃഹത്തിലെത്തിച്ച കാളി സാക്ഷാൽ ഭദ്രകാളിയെന്ന് തെളിഞ്ഞു. താൻ ഉള്ളുരുക്കി വിളിച്ചപ്പോൾ ദേവി സ്വമേധയാ തന്റെ ഭക്തന്റെ കൂടെ വന്നതാണെന്നും പ്രശ്നവിചാരമുണ്ടായി. മനമുരുകി പ്രാർത്ഥിച്ചാൽ ദേവി സമീപത്തെത്തുമെന്നതിന് ഈ അനുഭവകഥ ഇന്നും ക്ഷേത്രവിശ്വാസികൾ തലമുറ തലമുറയായി കൈമാറി വരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയെ ബന്ധപ്പെടുത്തി ഈ കാരണവ കുടുംബത്തിന് വലിയ കുളങ്ങര ദേവിമാരുടെ അനുഗ്രഹ കഥ പറഞ്ഞു കേൾക്കുന്നു. വേണ്ടത്ര പണവും സമ്പത്തും ഉണ്ടായിരുന്ന കാരണവരുടെ ഗൃഹത്തിൽ ഒരിക്കൽ കൊച്ചുണ്ണി മോഷണത്തിനായി എത്തി.
കവർച്ച നടത്താൻ പറ്റിയ സമയം നോക്കി കൊച്ചുണ്ണി ഗൃഹത്തിന്റെ തട്ടിൻപുറത്ത് കയറിയിരിപ്പായി. രാവേറെ ചെന്നപ്പോൾ തട്ടിൻപുറത്തു നിന്നും വീടിന്റെ കലവറയുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിണികളും തേജോമയികളുമായ 2 സ്ത്രീകൾ ഈശ്വരനാമം ഉരുവിട്ട് നിലവറയുടെ കവാടത്തിൽ ഇരിക്കുന്നതാണത്രേ കൊച്ചുണ്ണി കണ്ടത്. പല ദിവസങ്ങളിലായി കൊച്ചുണ്ണി ഈ ഗൃഹത്തിൽ മോഷണത്തിനെത്തിയപ്പോഴും ഈ കാഴ്ച ആവർത്തിക്കുകയായിരുന്നത്രേ. ഒടുവിൽ കൊച്ചുണ്ണി ഈ ഗൃഹത്തിലെ മോഷണശ്രമം ഉപേക്ഷിക്കുകയും താൻ കണ്ട വിവരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പൂർവികമായി കാരണവരുടെ കുടുംബത്തിന്റെ വിശ്വാസമാണ് ആപത്തുകളിൽ നിന്നും രക്ഷയായതെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ നിറവിലാണത്രേ ദേവിക്ക് തൃപ്പടിദാനമായി കുടുംബക്കാർ തങ്ങളുടെ വസ്തുവകകൾ കാഴ്ചവെച്ചത്. കായംകുളം രാജാവിന്റെ കാലശേഷം വലിയ കുളങ്ങര ദേവീക്ഷേത്രം കാലങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നാമാവശേഷമായി. അതിനുശേഷം ചങ്ങൻകുളങ്ങര, വലിയ കുളങ്ങര, പായിക്കുഴി എന്നീ കരകളിലെ കരപ്രമാണിമാർ ഒത്തുകൂടി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി നഷ്ടപ്പെട്ട ക്ഷേത്ര പ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. ഇന്ന് വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നടത്തുന്നത് 2 ദേവസ്വങ്ങളാണ്. തെക്കേക്കര, വടക്കേക്കര ദേവസ്വങ്ങളാണ് ഭരണം നടത്തുന്നത്. തെക്കേക്കര, വടക്കേക്കര ദേവസ്വങ്ങൾക്ക് ഒന്നിടവിട്ട മാസങ്ങളിലാണ് ഭരണച്ചുമതലയുള്ളത്. പുതുമന ഇല്ലത്തിനാണ് വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ തന്ത്രം. ചിങ്ങമാസത്തിൽ നടക്കുന്ന നിറപുത്തരി, ഓണമൂട്ട്, കന്നിയിലെ ആയില്യം, നവരാത്രി, വൃശ്ചികച്ചിറപ്പ്, തോറ്റംപാട്ട്, കളമെഴുത്തും പാട്ടും തുടങ്ങിയ വിശേഷങ്ങൾ വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്നു. വേദാന്ത വിദ്യാലയം, രവിവാര പാഠശാല, ഹിന്ദുമത ഗ്രന്ഥശാല എന്നിവയും ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവർത്തിക്കുന്നു. വലിയ കുളങ്ങര ദേവീ ക്ഷേത്രാങ്കണത്തിൽ 2 കളിത്തട്ടുകൾ സ്ഥിതി ചെയ്യുന്നു. വർഷത്തിലൊരിക്കൽ മീനമാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഗുരുതി വഴിപാട് ഉദ്ദിഷ്ടകാര്യപ്രാപ്തി, ശത്രുതാസംഹാരം, ദീർഘസുമംഗലി പ്രാപ്തി, സൽസന്താന ലബ്ധി എന്നിവയ്ക്ക് ശ്രേഷ്ഠ കർമ്മമാണ്. ചൊവ്വ, വെള്ളി ദിനങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടും നടന്നുവരുന്നു. വനദുർഗാഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീരൂപം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് വനദുർഗയ്ക്ക്. ചുറ്റമ്പലത്തിൽ ദേവീ പ്രതിഷ്ഠകൾക്ക് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു. ചുറ്റമ്പലത്തിന് വടക്കു പടിഞ്ഞാറായി ശ്രീ മഹാദേവനും ഭുവനേശ്വരിയും കുടികൊള്ളുന്നു. യക്ഷി, നാഗർ, മാടൻ, യോഗീശ്വരൻ, രക്ഷസ്, ഗന്ധർവൻ, പനയക്ഷി തുടങ്ങിയ ഉപദേവതാ മൂർത്തികളും ഇവിടെയുണ്ട്. വെള്ളിയാഴ്ചകളിൽ വലിയ കുളങ്ങരയിൽ നടക്കുന്ന നാരങ്ങാ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. അനുഗ്രഹമൂർത്തികളായ ശ്രീഭദ്രയും ശ്രീദുർഗയും വലിയ കുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭൂതിയുടെയും സമാധാന ഐശ്വര്യങ്ങളുടെയും നിറകണി പകരുകയാണ്.